എല്ലാ സൈഡിൽ നിന്നും വെല്ലുവിളികൾ വന്നിട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് ഇപ്പോൾ പൈസയുടെ കേസിലായാലും പേയ്മെൻറ്റുകളുടെ കേസിലായാലും അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരാളുടെ അടുത്ത് നമ്മളൊരു കൺവേ ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മളൊരു ഐഡിയ പറയുകയാണെങ്കിൽ തന്നെ കുറേ പേര് നിരാശപ്പെടുത്തിയിട്ടുണ്ട്. കുറേ പേര് പോസിറ്റീവ് പറഞ്ഞിട്ട് കുറേ പേര് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല? ഇല്ല, എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഈ ലോൺ വെച്ചിട്ടാണ് ഞാൻ ലോൺ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു 2.5 മാസത്തോളം നമുക്ക് ലോൺ അപ്ലൈ ചെയ്യുക, റിജക്റ്റ് ആവുക, അല്ലെങ്കിൽ ഓരോ ഗ്ലിച്ചുകൾ വരിക, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആവുക, ഇതൊക്കെ ആ ഒരു ടൈമിലായിരുന്നു. അതുകൊണ്ട് ലോൺ ഒരു 70% ഫില്ലാക്കും, അപ്പോൾ അത് സാധനം ക്യാൻസലാവും. അപ്പോൾ അങ്ങനെയൊക്കെ വന്നിട്ട് ഒരു 2.5 മാസത്തോളം ഞാൻ ലാസ്റ്റ് നമുക്ക് തന്നെ ഒരു ചിന്ത തോന്നും, ഇതിപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് കിട്ടുകയാണ് അല്ലെങ്കിൽ ഈ ഒരു ടൈം വെറുതെ വേസ്റ്റ് ആക്കണമെന്നുള്ളൊരു ചിന്ത പോകും. കാരണം ഓൾറെഡി ഒരു വർക്കിംഗ് പേഴ്സൺ ആയിരുന്നു ഞാൻ. ടേണിംഗ് പോയിന്റിൻ്റെ വഴിത്തിരിവ് എന്ന് പറഞ്ഞ മറ്റൊരു എപ്പിസോഡിലേക്ക് ഇവർക്ക് സ്വാഗതം. ഇന്ന് ടേണിംഗ് പോയിന്റിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ഒരു 22-കാരനാണ്. ചൂടുവെള്ളം ഒഴിച്ചാൽ കാപ്പിയോ ചായയോ ആയി മാറുന്ന ഒരു പുതിയ ഇന്നോവേറ്റീവ് ഐഡിയയുമായിട്ടാണ് ആ ചെറുപ്പക്കാരൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. ചൂടെന്ന ബ്രാൻഡിൻ്റെ സാരഥിയായിട്ടുള്ള അതിലാണെന്ന് ടേണിംഗ് പോയിന്റിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. വെൽക്കം ടു ടേണിംഗ് പോയിന്റ്. താങ്ക് യു. അതിലെവിടെയാണ്, അതിൻ്റെ സ്വദേശം എവിടെയാണ്? സ്ഥലം വരുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ വെളപ്പായ പറയും. പഠിച്ചത് അവിടെ തന്നെ, തിരൂരാണ്. തിരൂർ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. +2 വരെ അവിടെ പഠിച്ചു. +2 കഴിഞ്ഞിട്ട് ഞാൻ ഒരു കോഴ്സ് എടുത്തു. ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു കോഴ്സായിരുന്നു. സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്തു. വെബ് ഡെവലപ്പറായിരുന്നു. ആപ്പ് ഡെവലപ്പിംഗ് ഒക്കെ ചെയ്യും. അപ്പോൾ കുറച്ച് കാലമൊക്കെ വർക്ക് ചെയ്തു. എവിടെയൊക്കെയാണ് വർക്ക് ചെയ്തത്? എവിടെയൊക്കെയായിരുന്നു? എറണാകുളത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇൻഫോയിൽ കുറച്ച് കമ്പനീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലും കമ്പനികളിൽ വർക്ക് ചെയ്തു. ഡെവലപ്പറായിട്ടായിരുന്നു. സോ വലിയ ഇതുണ്ടായില്ല. പിന്നെ കുറച്ചാൾ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്തു. ചൂടെന്ന നമ്മുടെ ഒരു ഫസ്റ്റ് പ്രോജക്റ്റ് ആണോ, അല്ലെ അതിന് മുന്നേ വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇതിനു മുന്നേ ഒരു സ്റ്റാർട്ടപ്പ് എന്നുള്ള ലെവലിലാണ്. ബിസിനസ്സുകൾ ഇങ്ങനെ ജസ്റ്റ് നോക്കിയിട്ടുണ്ട്. ഇങ്ങനെ ചിലപ്പോൾ പ്ലാനിങ് വരെ എത്തും, അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ അത് മുഴുവൻ ഫുൾഫിൽ ആവില്ല. അങ്ങനെയുള്ള ഇതിലൊക്കെ എത്തും. ഒരു ചെറിയൊരു മാർക്കറ്റിംഗ് ഏജൻസി കറൻ്റ് റണ്ണിങ് ആണ്. മാർക്കറ്റിംഗ് ഏജൻസിയുടെ പേര് വേർട്ടെക്സ് സൊല്യൂഷൻസ് എന്നാണ്. നമ്മളവിടെ വീഡിയോ പ്രൊഡക്ഷനും ഈ പേഴ്സണൽ ബ്രാൻഡിങ്ങും അങ്ങനെ കുറച്ച് സർവീസൊക്കെയാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്ത് പോകുന്നത്. ഈ ചൂടെന്ന ആശയം അതെങ്ങനെയാണ് വരുന്നത്? ചൂടെന്ന് പറഞ്ഞ ആശയം ശരിക്ക് സത്യത്തിൽ പറയുകയാണെങ്കിൽ എവിടുന്ന് വന്നു എന്നൊന്നും ശരിക്ക് ഒരു പിടുത്തൂല. ഓക്കെ, ആസ് നോർമൽ നമ്മുടെയൊക്കെ റൊട്ടീൻ ഇപ്പോൾ എങ്ങനെയാണ്? നൈറ്റ് ആകുമ്പോൾ ഫുഡ് കഴിക്കുക, ഫോൺ നോക്കുക, കിടക്കുക, ഫുഡ് കഴിക്കുക, ഫോൺ നോക്കുക, നൈറ്റ് ആ ഒരു ടൈമിൽ ഇതുപോലെ തന്നെയായിരുന്നു. അല്ലാണ്ട് ഞാനത് ഓൾറെഡി പ്രീ പ്ലാൻഡ് ആയിട്ടൊന്നല്ല. ജസ്റ്റ് പിറ്റേ ദിവസത്തേക്ക് ഒരു ഐഡിയ ഉണ്ട്, ഒരു ഫുൾ പിക്ചേർഡ് അല്ലെങ്കിൽ ഫുൾ ക്ലാരിറ്റി ഉള്ളൊരു ഐഡിയ ഉണ്ട് എൻ്റെ കയ്യിൽ. ഇങ്ങനൊരു പ്രൊഡക്റ്റ് എൻ്റെ കയ്യിലുണ്ട് എന്നുള്ളൊരു ഐഡിയ എൻ്റെ മനസ്സിലുണ്ട്. നമ്മുടെ പ്രൊഡക്റ്റ് നമ്മുടെ ഇന്ത്യയിലൊന്നും ഇല്ലയെന്നേ ഉള്ളൂ, പക്ഷെ പുറത്തുണ്ട്. പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ടില്ല. ഇതുവരെയും ഞാൻ റിസർച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ റിസർച്ച് ചെയ്തിട്ടുള്ളൊരു ഐഡിയ കിട്ടിയതല്ല, എനിക്കൊരു ഐഡിയ എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ ഞാൻ പിറ്റേ ദിവസം ഞായറാഴ്ച പോയിട്ട് ഞാൻ സാധനങ്ങൾ വാങ്ങി. നമ്മുടെ അടുത്തുള്ള സ്റ്റോറിൽ നിന്ന് കുറച്ച് കപ്പും പിന്നെ കുറച്ച് ലിമിറ്റൻ്റെ സാഷേഴ്സും പിന്നെ കത്രിക അങ്ങനെ കുറച്ചുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് ജസ്റ്റ് ഞാൻ ഒരു സാമ്പിൾ അടിക്കുന്നത്. സാമ്പിൾ സൂപ്പറായിട്ട് സക്സസ് ആയി. അപ്പോൾ പിന്നെ എനിക്കൊരു ഐഡിയ കിട്ടി. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു നമുക്ക് ഗ്രീൻ ടീ മാത്രം കൊടുക്കാമെന്നുള്ളൊരു സാധനമായി. പിന്നെ വെറുതെ ഇരുന്ന് ഇങ്ങനെ ഒരു ദിവസം ചിന്തിച്ചാണ്, എന്തായാലും ഗ്രീൻ ടീ സെയിം ഇതാണല്ലോ, പൊടിയാണല്ലോ, അതുപോലെ തന്നെ ടീ പൗഡറും അല്ലെങ്കിൽ കോഫി പൗഡറും ഒക്കെ ഉപയോഗിച്ച് എങ്ങനെയായിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ ജസ്റ്റ് നോക്കി, നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും, അപ്പോൾ അതുപോലെ ഉപയോഗിച്ച് നോക്കി, സാധനം സക്സസ് ആയി. ശരിക്കും ഇത് കാണുന്ന ഒരാളെ സംബന്ധിച്ച് എന്താണ് ഈ പറയുന്നതെന്നുള്ള ഒരു ധാരണ കിട്ടില്ല. ശരിക്കും ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ, എന്താണ് ചൂടെന്ന ബ്രാൻഡ്? ഫസ്റ്റ് ഓഫ് ഓൾ ചൂട് എന്ന് പറയുന്നത് ഒരു ബ്രാൻഡ് നെയിമാണ് നമ്മുടെ കപ്പിൻ്റെ. കമ്പനിയുടെ പേര് വന്നത് ഇൻസ്റ്റൻറ്റ് ടീ കപ്പ് എന്നാണ്. സോ നമ്മുടെ ചൂടിന് ഒരു 6-7 ഫ്ലേവേഴ്സൊക്കെ അവൈലബിൾ ആണ്. ഇറ്റ്സ് ലൈക്ക് ടീ, കോഫി, ചുക്ക് കാപ്പി, ഗ്രീൻ ടീ, ലെമൺ ടീ, ജിഞ്ചർ ടീ, അങ്ങനെ ഫ്ലേവേഴ്സ് ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്, പുതിയത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഇൻസ്റ്റൻറ്റ് ടീ കപ്പ്. അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതെങ്ങനെ ഇതിൻ്റെ ഇത് വരുന്നത്? ടീ ഫ്ലേവേർഡ് കപ്പാണ്, ടീ ഫ്ലേവറാണ്. സോ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി കാണാൻ പറ്റും. ആൻഡ് ഇതിപ്പോൾ നമുക്ക് വർക്ക് ചെയ്യുന്നത് കാണണമെങ്കിൽ ഇപ്പോൾ കാണിച്ചു തരാം. സോ നിങ്ങളൊരു ചായപ്രേമിയോ അല്ലെങ്കിൽ കാപ്പിയോ അല്ലെങ്കിൽ ചുക്കാപ്പിയോ ഒക്കെ കുടിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ നമ്മുടെ കപ്പ് എടുക്കുക. ഓരോന്നിനും അതിൻ്റേതായ ഡിഫറെൻ്റ് ആയിട്ടുള്ള കപ്പുകളുണ്ട്. അപ്പോൾ ആ ഒരു കപ്പ് എടുക്കുക. ചായയാണ് വേണ്ടെങ്കിൽ ചായയുടെ കപ്പ് എടുത്ത് അതിലേക്ക് ചൂടുവെള്ളം ഒഴിക്കുക. ചൂടുവെള്ളം മാത്രം ഒഴിക്കുക. ചൂടുവെള്ളം ഒഴിച്ചൊരു ലെസ് ദാൻ 1 മിനിറ്റിൽ അവിടെ മാറ്റി വയ്ക്കുകയാണെങ്കിൽ അപ്പം തന്നെ ചായയാവും. കുറച്ച് കടുപ്പം കൂടുതലാണെങ്കിൽ കടുപ്പായിട്ട് നമുക്ക് അതിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ഒരു കാര്യമാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ ഫ്ലേവേഴ്സും നമ്മൾ ഇരിക്കും തോറും ഇതിൻ്റെ ഉള്ളിൽ ഇത് ഒരു മെമ്പറൈൻ ആണല്ലോ, ഇതിൻ്റെ ഉള്ള എയർ നിൽക്കും ഉണ്ടാക്കി അപ്പം തന്നെ.
ഇത് ചായയാണത്? ഇത് ചായയാണ്. ബ്ലാക്ക് ടീ. ഓക്കെ ഓക്കെ, അത് കൊള്ളാം. നമ്മൾ വീട്ടിൽ കുടിക്കുന്ന ചായ തന്നെ. നമ്മളൊരു ഇൻസ്റ്റൻറ്റ് ടീ കപ്പാണ് നമ്മൾ പ്രൊഡക്റ്റ്. നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റൻറ്റ് ടീ കപ്പാണ്. ചൂടുവെള്ളം എടുക്കുക, അതിലേക്ക് ഒഴിക്കുക, ചായ റെഡി. ഇത്തരത്തിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഈ ഒരു സ്റ്റാർട്ടപ്പ് ആരംഭിക്കുക, അതിൽ നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? എല്ലാ സൈഡിൽ നിന്നും വെല്ലുവിളികൾ വന്നിട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് ഇപ്പോൾ പൈസയുടെ കേസിലായാലും പേയ്മെൻറ്റുകളുടെ കേസിലായാലും, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരാളുടെ അടുത്ത് നമ്മളൊരു കൺവേ ചെയ്യാൻ പോകുകയാണെങ്കിൽ നമ്മളൊരു ഐഡിയ പറയുകയാണെങ്കിൽ തന്നെ കുറേ പേര് നിരാശപ്പെടുത്തിയിട്ടുണ്ട്. കുറേ പേര് പോസിറ്റീവ് പറഞ്ഞിട്ട് കുറേ പേര് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലൊരു മെയിൻ ഇൻസിഡൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മെയിൻ ഫണ്ടിങ് ഒക്കെ ഞാൻ ലോൺ ചെയ്തതാണ്. ഓക്കെ ഓക്കെ. ഞാൻ ലോൺ ചെയ്തത് എനിക്ക് അറൗണ്ട് ഒരു 2-2.5 മാസത്തോളം ഞാൻ ബാങ്കിൽ തന്നെയായിരുന്നു. ബാങ്കിൻ്റെ ഒരു പ്രശ്നമല്ല, ബാങ്ക് അവിടുത്തെ എംപ്ലോയീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവിടുത്തെ മാനേജേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബാക്കി എല്ലാവരും അത്രയും സപ്പോർട്ടീവാണ്. അവർക്ക് മാക്സിമം നമുക്ക് നമ്മുടെ ഈ ഒരു ഈ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു സാധനത്തിന് അവർക്ക് ഫണ്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷേ എന്തുകൊണ്ട് എനിക്കറിയില്ല. പക്ഷേ ഒരു 2.5 മാസത്തോളം നമുക്ക് ലോൺ അപ്ലൈ ചെയ്യുക, റിജക്റ്റ് ആവുക, അല്ലെങ്കിൽ ഓരോ ഗ്ലിച്ചുകൾ വരിക, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആവുക, ഇതൊക്കെ ആ ഒരു ടൈമിലായിരുന്നു. അതുകൊണ്ട് ലോൺ ഒരു 70% ഫില്ലാക്കും, അപ്പോൾ അത് സാധനം ക്യാൻസലാവും. അപ്പോൾ അങ്ങനെയൊക്കെ വന്നിട്ട് ഒരു 2.5 മാസത്തോളം ഞാൻ ആസ് യൂഷ്വലി ഇപ്പോൾ എൻ്റെ ആ ഒരു ടൈമിലെ റൊട്ടീൻ എന്ന് പറയുകയാണെങ്കിൽ ഒരു 10-10:30 ആകുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും, നേരെ ബാങ്കിൽ പോകും. ഒരു 3:30 ആകുമ്പോൾ ഞാൻ തിരിച്ചു വരും. അവിടെ പോയിട്ട് അവിടെ ഇരിക്കുക, അവിടെ ഒരു സാറിൻ്റെ മുന്നിൽ അവിടെ ഇരിക്കും, ആൾ അപ്ലൈ ചെയ്യും. അപ്പോൾ 2.5 മാസത്തോളം അങ്ങനെയൊക്കെ നിന്നു. അതൊക്കെ വലിയ വെല്ലുവിളികളാണ്. സോ ലാസ്റ്റ് നമുക്ക് തന്നെ ഒരു ചിന്ത തോന്നും, ഇതിപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് കിട്ടുകയാണ്, അല്ലെങ്കിൽ ഈ ഒരു ടൈം വെറുതെ വേസ്റ്റ് ആക്കണോ എന്നുള്ളൊരു ചിന്ത പോകും. കാരണം ഓൾറെഡി ഒരു വർക്കിംഗ് പേഴ്സൺ ആയിരുന്നു ഞാൻ. അപ്പോൾ അവിടെ നിന്ന് പിന്നെ ഈ 2.5 മാസമൊക്കെ വർക്ക് ഇല്ലാണ്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഓടുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണല്ലോ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല? ഇല്ല, എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഈ ലോൺ വെച്ചിട്ടാണ് ഞാൻ ലോൺ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? അപ്പോൾ എൻ്റെ വീട്ടിലെ അച്ഛൻ, അമ്മ, ഒരു അനിയത്തി. അച്ഛൻ എന്താ ചെയ്യുന്നത്? അച്ഛൻ ഡ്രൈവറാണ്. ഇപ്പോൾ നിലവിലിപ്പോൾ എത്ര വെറൈറ്റി ടീ കപ്സ് ഉണ്ട്? ഇപ്പോൾ നമുക്ക് കറൻ്റ്ലി ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ടീ, കോഫി, ചുക്ക് കാപ്പി, ഗ്രീൻ ടീ, ലെമൺ ടീ, ജിഞ്ചർ ടീ, കാഡമൺ ടീ, പിന്നെ ഒരു പ്രീമിയം ഡ്രിങ്ക് ആയിട്ടുള്ള ഒരു ക്യാപ്പച്ചിനോ ഡ്രിങ്ക്. ഇപ്പോൾ കറൻ്റ്ലി ഒരു 8 ഫ്ലേവേഴ്സ് അവൈലബിൾ ആണ്. പിന്നെയും പുതിയ ഫ്ലേവേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ആസ് ലൈക്ക് പൈനാപ്പിൾ ഫ്ലേവേർഡ്, അല്ലെങ്കിൽ ഹിബിസ്കസ്, മസാല ടീ, അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ചധികം ഫ്ലേവേഴ്സും നമുക്ക് അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ അതിൽ പറഞ്ഞായിരുന്നു ഇപ്പോൾ ഇന്ത്യയിൽ ഇതുപോലൊരു സമാന സ്ഥാപനം ഉണ്ടെന്ന് പറഞ്ഞാൽ. അപ്പോൾ ശരിക്കും ഇപ്പോൾ ഇങ്ങനത്തെ ഇൻസ്റ്റൻറ്റ് ടീ കപ്പ് നിർമ്മിക്കുന്നത് പേറ്റൻ്റ് എടുത്തിട്ടുള്ളപ്പോൾ അതിൽ മാത്രമേ ഉള്ളൂ? ഇപ്പോൾ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിൽ പേറ്റൻ്റ് ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇനി അത് കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നമ്മളത് കുറിച്ച് ഇനി ബോധഡാവണ്ട. അപ്പോൾ പാറ്റൻറ്റ് കിട്ടുക എന്നുള്ളതാണ് നമുക്കൊരു ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് പ്രൊഡക്റ്റ് വരുമ്പോൾ അതിന് പാറ്റൻറ്റ് കിട്ടുക എന്നുള്ളതാണ് നമുക്കൊരു മെയിൻ കാര്യം. സോ പാറ്റൻറ്റ് കിട്ടി, അതുകൊണ്ട് വലിയ ഇനിയിപ്പോൾ പ്രശ്നങ്ങളില്ല. ഇത്തരത്തിലൊരു ഐഡിയ ആദ്യം വന്നു കുറേ പേരെ നമ്മളെ നിരാശപ്പെടുത്തിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പിന്നീട് ഈ ഒരു സംരംഭം സക്സസ് ആയിട്ട് വന്നപ്പോൾ അവരെന്താണ് പിന്നീട് പറഞ്ഞത്? ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 2025 നവംബർ 1 ഞാൻ എൻ്റെ ഓഫീസ് ഫസ്റ്റ് ഇടുന്നത് തൃശ്ശൂർ വളപ്പായയിൽ. പിന്നെ നവംബർ കഴിഞ്ഞ് ഇപ്പോൾ ആകെ ഒരു 3 മാസമേ ആയിട്ടുള്ളൂ. 3 മാസത്തിൽ ഞാൻ ഇപ്പോൾ ഓടിയിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ ഓരോ അച്ചീവ്മെൻറ്റ്സും നമ്മൾ കിട്ടുമ്പോൾ അല്ലെങ്കിൽ കയറി വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും. ഓക്കെ, അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അതിൽ എങ്ങനെയെന്നുള്ളതല്ല. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ പല ന്യൂസുകളിലും നമുക്ക് ന്യൂസ് വന്നു, പത്രത്തിൽ വന്നു. അപ്പോൾ അതൊക്കെ കാണുക, അല്ലെങ്കിൽ അത് കണ്ടിട്ട് നമ്മളെ വിളിച്ച് പറയുക. ഇപ്പോൾ എന്നോട് പറഞ്ഞവരുണ്ട്, ഓൾറെഡി വർക്ക് ചെയ്യല്ലേ, ഓൾറെഡി ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ്, അപ്പോൾ അത് കളഞ്ഞിട്ട് ഇപ്പോൾ നമ്മളൊരു ബിസിനസ് തുടങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെറുതെ എന്തിനാ, അപ്പം ആസ് യൂഷ്വൽ ഏതെങ്കിലും പുറത്തേക്ക് പൊക്കൂടെ, ഇന്ത്യക്ക് പുറത്ത് പൊക്കൂടെ എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. അപ്പം അതിന് ശേഷം ഇപ്പോൾ ന്യൂസ് ചാനൽ പേര് വരുമ്പോൾ വഴി ചോദിക്കുക, ചിലപ്പോൾ അവരുടെ മുന്നിലേക്ക് ആണെങ്കിൽ ഇപ്പോൾ വഴി ചോദിക്കുക. അതൊക്കെ വലിയ വലിയ അച്ചീവ്മെൻറ്റ്സ് നമുക്ക്. അപ്പോൾ അതിൽ എത്രമാത്രം ഈ ഒരു പ്രോഡക്റ്റിൽ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു? എൻ്റെ പ്രൊഡക്റ്റിൽ കോൺഫിഡൻസ് മറ്റുള്ളവർക്കായിരുന്നു. എന്നേക്കാൾ കോൺഫിഡൻസ് മറ്റുള്ളവർക്കാണ്. ആദ്യ കാര്യങ്ങളിൽ എനിക്കൊരു ചെറിയൊരു എന്താ പറയുക, എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, അത് ഇപ്പോൾ എങ്ങനെ സക്സസ് ആവൂ, അല്ലെങ്കിൽ കുറച്ചൊരു പേടി ഉണ്ടായിരുന്നു. ആസ് യൂഷ്വൽ നമുക്കിപ്പോൾ ടീ ബാഗ് ഉപയോഗിച്ചുകൂടെ എന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെയാണ് നമുക്ക് ഉപയോഗിച്ച് നോക്കുമ്പോഴാണ് അതിൻ്റെ ഫ്ലേവർ ആയാലും ആസ് നോർമൽ നമ്മുടെ വീട്ടിലെങ്ങനെ കുടിക്കാൻ പറ്റും ആ ഒരു ഫ്ലേവറിൽ കുടിക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു സൈഡ് ബെനിഫിറ്റ്സ് ആണ്. എൻ്റെ പ്രൊഡക്റ്റിനെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എനിക്ക് പോസിറ്റീവായിട്ട് പറയുന്ന ആൾക്കാർക്കായിരുന്നു എന്നേക്കാൾ കോൺഫിഡൻസ്. അത് ഒരു സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. വീട്ടുകാരുടെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? വീട്ടുകാരുടെ സപ്പോർട്ട് വലിയൊരു സപ്പോർട്ടാണ്, വലിയൊരു കാര്യമാണ്. കാരണം ഇപ്പോഴും കൂടി ആയാലും ഞാൻ ഇപ്പോൾ ഒരു പുതിയ സ്പേസ് എടുക്കുകയാണ്, കുറച്ചൊരു വലിയൊരു ഗോഡൻ സ്പേസ് നോക്കുന്നുണ്ട്. സോ
അതിനായാലും എന്നെ ഫോഴ്സ് ചെയ്യാണ്, ഇന്ന സ്ഥലത്ത് വന്നിട്ടുണ്ട് അത് പോയി നോക്കണം, ഇന്ന സ്ഥലത്ത് വന്നിട്ടുണ്ട് പോയി നോക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ അമ്മയായാലും അമ്മ ഓഫീസിലുണ്ടായിരിക്കും, അമ്മയായാലും അച്ഛനായാലും എൻ്റെ ഓഫീസിൽ, അച്ഛന് ടൈമുള്ളപ്പോഴെല്ലാം ആൾ ഓഫീസിലുണ്ടായിരിക്കും അച്ഛൻ. അപ്പോൾ അതൊക്കെ വലിയ കാര്യമാണ്. എന്നോട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോഴും അവരാണ് പറഞ്ഞത്, നീ പുതിയ ഫ്ലേവേഴ്സ് നോക്ക്, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ നോക്ക്, നീ വീട് ബാങ്ക് നീ എന്താണോ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത് പോയി നോക്ക് എന്നുള്ള കാര്യമൊക്കെ അവരാണ് എന്നെ ചെയ്തിരിക്കുന്നത്. സോ സപ്പോർട്ടീവാണ് എൻ്റെ സൈഡ്, എൻ്റെ ഫാമിലി വളരെ സപ്പോർട്ടീവാണ് എനിക്ക്. ശരിക്കും ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പ്രൊഡക്റ്റ് നമ്മൾ വിപണിയിലേക്ക് എത്തിച്ച ഫസ്റ്റ് ഓർഡർ എവിടെ നിന്നാണ് വന്നത്? നവംബറിൽ ഞാൻ ഓഫീസ് എടുക്കാൻ കാരണം അതിന് തൊട്ട് മുന്നേ ഡിസംബർ ലാസ്റ്റിലൊക്കെ എനിക്ക് സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാനൊരു ഫസ്റ്റ് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ സോഷ്യൽ മീഡിയയിൽ ആ വീഡിയോ ഇട്ടപ്പോൾ നല്ല രീതിക്ക് റീച്ച് കയറി, നല്ല രീതിക്ക് ഓർഡേഴ്സ് വന്നു തുടങ്ങി. അപ്പോൾ ഡെയിലി കുഴപ്പമില്ലാണ്ട് ഓർഡർ വരുമ്പോൾ വീട്ടിൽ നമ്മളൊരു പ്രൊഡക്റ്റ് ചെയ്യാന്നുള്ള അത്ര നല്ലൊരു കാര്യമല്ലല്ലോ. സോ അങ്ങനെയാണ് ഞാൻ ഓഫീസിലേക്ക് പെട്ടെന്ന് മാറുന്നത്. സോ ഫസ്റ്റ് ഓർഡർ എന്നാന്നോ അല്ലെങ്കിൽ എവിടെ നിന്നാണോ ചോദിച്ചാൽ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ എനിക്ക് ആകെ ഒരു താങ്ക് യു പറയാനുള്ളത്, നമ്മൾ ആദ്യം വന്ന പ്രൊഡക്റ്റ് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കണ്ടിട്ട് അവർ വാങ്ങി യൂസ് ചെയ്യാന്നൊക്കെ പറയുന്നതാണ് വലിയ കാര്യം. പക്ഷേ അവരൊക്കെ എനിക്ക് റിപ്പീറ്റഡ് കസ്റ്റമേഴ്സാണ് ഇപ്പോഴും. ഇപ്പോൾ നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസം നമ്മൾ എത്ര പ്രൊഡക്ഷൻ ഉണ്ട്? പെർ ഡേ ഒരു 1000 അടുത്തൊക്കെ. കറൻ്റ് ഒരു സെമി മാനുവലായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരു 1500 അടുത്തൊക്കെ പ്രൊഡക്ഷൻ വരും. ശരിക്കും നമ്മൾ ഈ മെഷീനറീസ് അതെങ്ങനെയാണ് നമ്മൾ കണ്ടെത്തിയത്? മെഷീനറീസ് കണ്ടെത്തിയത് എന്നല്ല, നമ്മളത് അതിലൊരു ഇന്നോവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഉണ്ടാക്കിയ മെഷീൻസാണ്. നോർമലി ഉള്ള ഒരു കപ്പ് മേക്കിംഗ് മെഷീനിൽ നമ്മൾ നമ്മുടേതായുള്ള ഓൾട്രേഷൻ വരുത്തിയിട്ടും, അപ്പോൾ ഓരോ മെഷീനായാലും നമ്മൾ ഓൾട്രേഷൻ വരുത്തി ചെയ്തതാണ് നമ്മുടെ ഈ ചൂട് എന്ന് പറഞ്ഞ കപ്പ് വരുന്ന ഒരു മെഷീൻ ചെയ്ത്. അതെങ്ങനെയാണ് അതിൽ തന്നെയാണ് മെയ്ഡ് ചെയ്തത്? ഞാൻ തന്നെയാണ് നോക്കി ഡിസൈൻ ചെയ്തു എങ്ങനെ ബെറ്റർ ആക്കാന്നുള്ള സാധനം. സോ ഇപ്പോൾ സെമി മാനുവലായിട്ട് പോകുന്നതൊക്കെ നമ്മൾ ഓരോ കാസ്റ്റിംഗ് മോൾഡുകൾ ബിൽഡ് ചെയ്തിട്ട് ഇപ്പോൾ പോവുകയാണ്. സോ ഇപ്പോൾ ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻ ഇത് വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. സോ അതും നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ എവിടെ നിന്നൊക്കെ നമുക്ക് ഓർഡറുകൾ വരുന്നുണ്ട്? കറൻ്റ്ലി ഓൾമോസ്റ്റ് എല്ലായിടത്തും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ നിന്നായാലും ഇന്ത്യക്ക് പുറത്തുനിന്നായാലും എല്ലായിടത്തും വരുന്നുണ്ട്. ഇത് ഈ IT ഫേമുകൾ, കോർപ്പറേറ്റ് ഓഫീസുകൾ, ഹോസ്പിറ്റലുകൾ, നമുക്കൊരു 10 സ്റ്റാഫിന് മുകളിലുള്ള അല്ലെങ്കിൽ 10 എംപ്ലോയീസിന് മുകളിലുള്ള അവിടെയൊക്കെ യൂസ്ഫുള്ളാണ് പ്രൊഡക്റ്റ്. ഓക്കെ. പിന്നെ IT സ്ഥാപനത്തിലൊക്കെ അറിയാമല്ലോ, നമുക്ക് IT യിൽ ജോലി ചെയ്യണവർക്ക് എപ്പോഴും ഒരു ചായയും കാപ്പിയും മസ്റ്റാണ്. സോ അവർക്കൊക്കെ വളരെ യൂസ്ഫുള്ളാണ് നമ്മുടെ പ്രൊഡക്റ്റ്. അപ്പോൾ അതിൻ്റെ ഇത്രയും പ്രോഡക്റ്റുകളിൽ അതിലിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏത് പ്രോഡക്റ്റാണ്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും, കാരണം എല്ലാം എനിക്ക് ഇഷ്ടമുള്ള ഫ്ലേവേഴ്സാണ്. ഞാൻ ഡെയിലി കുടിച്ചു നോക്കും. അപ്പോൾ എനിക്ക് ഇന്ന ഫ്ലേവറിനൊന്നുമില്ല, പക്ഷേ കുറച്ചും കൂടിയും ഞാൻ കുടിക്കാതിരുന്ന ഫ്ലേവറുകളിൽ നിന്ന് ഇപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഞാൻ പറഞ്ഞു പുതിയൊരു പ്രീമിയം ഡ്രിങ്ക് ഉണ്ട്, ഒരു ക്യാപ്പിച്ചിനോ ഡ്രിങ്ക് ഉണ്ട്, ഒരു കോൾഡ് കോഫി ആയിട്ടും ഹോട്ട് കോഫി ആയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ഉണ്ട്, അത് കുടിക്കും നല്ല രീതിക്ക്. പിന്നെ ചുക്ക് കാപ്പി ഉണ്ട്, ചുക്ക് കാപ്പി നല്ല രീതിക്ക് കുടിക്കും. ഇത് ശരിക്കും ഒരു ഇൻസ്റ്റൻറ്റ് ടീ കപ്പാണ്. ശരിക്കും ഇത് ആർക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും? കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ IT ഫേമുകൾക്ക്, ഹോസ്പിറ്റൽസിന്, ട്രാവലേഴ്സിന്, ട്രാവൽ സംബന്ധമായിട്ടുള്ള നിൽക്കുന്ന എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളാണ്. നമ്മളൊരു സോളോ ഡ്രൈവ് പോവുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു ടീമായിട്ട് പോവുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മളൊരു ഹോളിഡേ ട്രിപ്പ് പോവുകയാണെങ്കിലും എല്ലാം നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും പ്രൊഡക്റ്റ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ, നമ്മൾ സൗത്ത് ഇന്ത്യയിൽ നിന്ന് നോർത്ത് ഇന്ത്യൻ സൈഡിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ചായയും കാപ്പിയൊക്കെ നല്ല രീതിക്ക് കിട്ടും. ചായയും കാപ്പി നമ്മുടെ ഇന്ത്യയിൽ എവിടെ നിന്നും കിട്ടും. പക്ഷെ നമ്മുടെ ഒരു ടേസ്റ്റിനും അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കുറച്ചും കൂടി വൃത്തി നോക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ നോർത്ത് ഇന്ത്യൻ സൈഡിൽ നിന്നൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. അവർ ചായ അടിക്കുന്നതോ അല്ലെങ്കിൽ ചായ തരുന്ന പാത്രമോ അല്ലെങ്കിൽ ചായ തരുന്ന ആ ഒരു രീതിയൊന്നും ഇപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ചൂടുവെള്ളം കിട്ടുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ചൂടുവെള്ളം അങ്ങനെയൊന്നും കിട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ല. ചൂടുവെള്ളത്തിൽ പിന്നെ വൃത്തിയുടെ ഒരു കാര്യമില്ല, ചൂടുവെള്ളം മാക്സിമം തിളച്ചിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അതിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് പോയാലും ഇപ്പോൾ നമ്മുടെ ഫ്ലേവേഴ്സിലൊക്കെ നോർമൽ ടീയിലും കോഫിയിലും ഒന്നും ഓവർ ഫ്ലേവേർഡൊന്നും അല്ല. അത് നമ്മുടെ വീട്ടിൽ ചായയും കാപ്പിയും വെച്ച് എങ്ങനെ ഉണ്ടായിരിക്കും അത്ര ഇനിയേ ഉള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു കാര്യം. അല്ലാണ്ട് ഓവർ ഫ്ലേവേർഡ് അല്ല. നമ്മുടെ വീട്ടിലെ ചായയും കാപ്പി ഏതാണോ ടേസ്റ്റ് ആ സെയിം ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് വിട്ടുപോയാലും നമുക്ക് നമ്മുടെ ടേസ്റ്റിൽ തന്നെ കുടിക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഇൻസ്റ്റൻറ്റ് ടീ കപ്പ് വാങ്ങാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അതെങ്ങനെ എത്ര ക്വാണ്ടിറ്റിയാണ് മേടിക്കേണ്ടത്? നമുക്കൊരു മിനിമം 25 to 50 പീസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. അത് മിക്സ് ചെയ്തിട്ട് വാങ്ങാം. ഫ്ലേവേഴ്സ് എല്ലാം മിക്സ് ചെയ്ത് ഒരു 8 ഫ്ലേവേഴ്സ് മിക്സ് ചെയ്ത് വേണമെങ്കിൽ വാങ്ങാം. നമുക്ക് കസ്റ്റമൈസ്ഡ് സംഭവം കൊടുക്കും? കസ്റ്റമൈസ് ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഫ്ലേവർ കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിൽ ചെയ്ത് തരാം. ചൂടിൽ ഈ ഒരു ഫ്ലേവർ ഉപയോഗിച്ച് ചെയ്ത് തരാം. ഇപ്പോൾ ഒത്തിരി സ്റ്റാർട്ടപ്പുകൾ വരുന്നുണ്ട്, ഒത്തിരി നല്ല ഐഡിയാസായിട്ട്, ഒത്തിരി നല്ല പ്രോജക്റ്റുകളായിട്ടൊക്കെ വരുന്നുണ്ട്.
അപ്പോൾ അവർക്ക് ഇതുപോലെ തന്നെ ഒത്തിരി സീഡ് ഫണ്ട് കിട്ടുന്നുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുപോലെ വരാൻ ആഗ്രഹിക്കുന്ന സ്റ്റാർട്ടപ്പുകൾ അല്ലെങ്കിൽ യുവാക്കളോട് എന്താണ് പറയാനുള്ളത്? നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മളൊരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യണം, നമ്മൾ ഏതെങ്കിലും ഒരു കാറ്റഗറി ചൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് എപ്പോഴും ഒരു സൊല്യൂഷൻ ആയിരിക്കണം. കറൻ്റ്ലി ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ആയിരിക്കണം നമ്മുടെ പ്രൊഡക്റ്റ്. അങ്ങനെയാണെങ്കിൽ അതൊരു ക്രിയേറ്റീവ് പ്രൊഡക്റ്റാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മളത് ഓട്ടോമാറ്റിക്കലി സക്സസ് ആവും. അല്ല നമ്മളൊരു നോർമലി എല്ലാവരും ചെയ്യുന്ന സാധനം ചെയ്തിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. കാര്യം ഉണ്ടാവില്ല എന്നല്ല, മച്ച് ബെറ്റർ നമ്മൾ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ചെയ്യാന്നുള്ളതാണ്. ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ ചെയ്യുമ്പോൾ അത് വലിയൊരു കാര്യമാണ്. അതെ അതെ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. ഇനി എന്തൊക്കെയാണ് അതുലിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ്? നമുക്ക് കൂടുതൽ ഫ്ലേവേഴ്സ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ എല്ലായിടത്തേക്കും വിപുലീകരിക്കാനുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്. എല്ലായിടത്തേക്കും എത്തണമെന്നുണ്ട്. നമ്മൾ ഫ്രാഞ്ചൈസീസ്, പിന്നെ ഇപ്പോൾ എല്ലാം ഹോട്ട് ഡ്രിങ്ക്സ് ആണ്. സോ കൂൾ ഡ്രിങ്ക്സും വരുന്നുണ്ട്. അങ്ങനെ പുതിയ പുതിയ ഫ്ലേവേഴ്സ് എല്ലാം വരും. പിന്നെ ഈ പുതിയ ഫ്ലേവേഴ്സിലേക്ക് പോയിട്ട് ഇതുകൂടാതെ തന്നെ കേരളത്തിന് പുറത്തേക്കും വിദേശ രാജ്യങ്ങളിലേക്കും വ്യാപിക്കട്ടെ എന്ന് ആശംസിക്കും. എല്ലാവിധ ഭാവുകങ്ങളും. താങ്ക് യു.